ഓം ശ്രീ ആഞ്ജനേയായ നമ. MS-V4 ആസ്ട്രോ റിസർച്ചിലേക്ക് സ്വാഗതം. ഞാൻ MS വിനീത്. ഈ ഒരു വീഡിയോയിൽ ഞാൻ പറയാൻ പോകുന്നത് കർമ്മ എന്താണ്, കർമ്മ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് ഈ ഒരു വീഡിയോയിൽ ഞാൻ പറയുന്നത്. എൻ്റെ ആസ്ട്രോളജി ചാനൽ MS-V4 ആസ്ട്രോ റിസർച്ച് നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ദയവ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ നിങ്ങളുടെ വലിയൊരു അഭിപ്രായം കൂടി കമന്റ് ബോക്സിൽ ഒന്ന് രേഖപ്പെടുത്തുക. നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. കർമ്മ, നമ്മൾ എന്ത് കാര്യങ്ങൾ ചെയ്താലും നമ്മളിലേക്ക് പ്രകൃതിപരമായി നമ്മളിലേക്ക് തന്നെ അതിൻ്റെ ഒരു ആഫ്റ്റർ എഫക്റ്റ് നമ്മളിലേക്ക് തന്നെ അത് എത്തിച്ചേരും. അതിനെയാണ് കർമ്മ എന്ന് പറയുന്നത്. നല്ല കാര്യങ്ങൾ ചെയ്താലും അതുപോലെ തന്നെ നല്ല രീതിയിലുള്ള സംഭാഷണം, നല്ല രീതിയിലുള്ള ചിന്തകൾ അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമ്മളിലേക്ക് നല്ല കാര്യങ്ങൾ തന്നെ തിരിച്ചെത്തുന്നതാണ്. പക്ഷെ നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ കോംപ്ലിക്കേറ്റഡ് ആണെങ്കിലോ, ചെയ്യുന്ന അങ്ങനെയുള്ള ചിന്തകൾ വളരെ മോശമായ ചിന്തകളാണെങ്കിലോ, അതുപോലെ തന്നെ ചെയ്യുന്ന കാര്യങ്ങൾ കാര്യങ്ങളാണ് ചെയ്യുന്നതെങ്കിൽ തിരിച്ച് നമ്മളിലേക്ക് അതിൻ്റെ ഒരു ആഫ്റ്റർ എഫക്റ്റ് നെഗറ്റീവായിട്ട് തന്നെ നമ്മളിലേക്ക് തിരിച്ചെത്തുന്നതാണ്. എന്ത് ചെയ്താലും അതിൻ്റെ എഫക്റ്റ് നമ്മളിലേക്ക് എത്തിച്ചേരുന്നു. ഇതിനെയാണ് കർമ്മ എന്ന് പറയുന്നത്. ഇത് 100% സത്യമായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. കർമ്മ എന്ത് ചെയ്തോ, നിങ്ങൾ എന്താണ് ചെയ്യുന്നത് അതിൻ്റെ ഒരു ആഫ്റ്റർ എഫക്റ്റ് അതിൻ്റെതായിട്ടുള്ള രീതിയിൽ നിങ്ങളിലേക്ക് തന്നെ തിരിച്ചെത്തുന്നു. അപ്പം പരമാവധി നല്ല കാര്യങ്ങൾ തന്നെ ചെയ്യാൻ ശ്രമിക്കുക, ദൈവികപരമായിട്ട് മുന്നേറാൻ ശ്രമിക്കുക, മറ്റുള്ളവർക്ക് നന്മ ഉണ്ടാകത്തക്ക രീതിയിൽ നല്ല രീതിയിലുള്ള പ്രവൃത്തികൾ ചെയ്യുക, നല്ല രീതിയിലുള്ള ചിന്തകൾ ചെയ്യുക. അങ്ങനെ ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും നാളെ ഒരു ദിനം നിങ്ങൾ ഉയരുന്നതാണ്, ദൈവികപരമായിട്ട് ഉയരുന്നതാണ്. അതാണ് കർമ്മ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. എന്ത് നെഗറ്റീവ് ചെയ്താലും അതിന്റെ ഫലം തീർച്ചയായിട്ടും നിങ്ങളിലേക്ക് തന്നെ എത്തിച്ചേരുന്നതാണ്. അതായത് ഇതില് ഐസക് ന്യൂട്ടന്റെ 3rd law ഓഫ് അങ്ങനെ മോഷനുമായിട്ട് ബന്ധപ്പെട്ട് ഇതിനകത്ത് ഒരു കൺസെപ്റ്റ് ഉണ്ട്. അതായത് ഫോർ എവരി ആക്ഷൻ ദർ ഈസ് ആൻ ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് റിയാക്ഷൻ എന്ന് പറയുന്നത് പോലെ തന്നെ എന്ത് ആക്ഷൻ ആണ് നിങ്ങൾ ചെയ്യുന്നത് അതിന്റെ ആഫ്റ്റർ എഫക്റ്റ് നിങ്ങളിലേക്ക് തന്നെ അതിന്റെ റിയാക്ഷൻ തിരിച്ചെത്തുന്നതാണ്. അതാണ് കർമ്മ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. പ്രകൃതി സംബന്ധമായിട്ടുള്ള ഒരു നിയമം, ഒരു എനർജിയാണ് കർമ്മ എന്ന് പറയുന്നത്. അപ്പം നല്ല കാര്യങ്ങൾ എല്ലാവരും ചെയ്യാൻ ശ്രമിക്കുക. പ്രത്യേകിച്ച് ദൈവികപരമായിട്ടുള്ള കാര്യങ്ങൾ ചിന്തിക്കുക. എപ്പോഴും പ്രാർത്ഥനയ്ക്ക് പ്രാധാന്യം നൽകുക. അങ്ങനെ ഉണ്ടെങ്കിൽ തന്നെ നിങ്ങൾ നന്നാവുമ്പോൾ നിങ്ങളുടെ ചുറ്റിനുള്ള ആളുകൾ നന്നാവുന്നതാണ്. അങ്ങനെ ഈ ലോകം മുഴുവൻ നന്നാവുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് തന്നെ ആ ഒരു പരിവർത്തനത്തിലൂടെ, സ്വന്തമായിട്ടുള്ള ഒരു പരിവർത്തനത്തിലൂടെ പൂർണ്ണമായിട്ടും നിങ്ങളുടെ ചുറ്റിനുമുള്ള കാര്യങ്ങളും അങ്ങനെയുള്ള സർവ്വ ചരാചരങ്ങളും മാറുന്നതാണ്. അപ്പം നല്ല രീതിയിലുള്ള കർമ്മങ്ങൾ ചെയ്യാൻ ശ്രദ്ധിക്കുക. എൻ്റെ ആസ്ട്രോളജി റിലേറ്റഡ് ചാനൽ MS-V4 ആസ്ട്രോ റിസർച്ച് നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ദയവ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ ജ്യോതിഷപരമായിട്ടുള്ള കാര്യങ്ങൾക്ക് അങ്ങനെ കവടി പ്രശ്നത്തിലൂടെ പരിഹാരത്തിന് താല്പര്യമുള്ളവർക്ക് എൻ്റെ വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് അയച്ച് ബുക്ക് ചെയ്യാവുന്നതാണ്. വാട്സപ്പ് നമ്പർ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ ആഡ് ചെയ്തേക്കാം. അതുപോലെ തന്നെ ഒരു കാര്യം കൂടി ഞാൻ പറഞ്ഞോട്ടെ, എൻ്റെ പൂജാ പ്രാർത്ഥനയിൽ നിങ്ങളെ കൂടി ഉൾപ്പെടുത്തി പ്രാർത്ഥിക്കണമെങ്കിൽ പേര്, നക്ഷത്രം, ജീവിതത്തിൽ നിങ്ങൾ അനുഭവിക്കുന്ന ക്ലേശങ്ങൾ, ബുദ്ധിമുട്ട് എന്താണ് അതുകൂടി ഈ വീഡിയോയുടെ കമന്റ് ബോക്സിൽ ജസ്റ്റ് മെൻഷൻ ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും എൻ്റെ പൂജാ പ്രാർത്ഥനയിൽ നിങ്ങളെ കൂടി ഉൾപ്പെടുത്തി ഞാൻ പ്രാർത്ഥിക്കുന്നതാണ്. ഇതിന് ഫീസും കാര്യങ്ങളും ഒന്നും തന്നെ ഇല്ല, തികച്ചും സൗജന്യപരമാണ്. എല്ലാവർക്കും നന്മയും ഐശ്വര്യവും ഉണ്ടാവട്ടെ. നന്ദി, നമസ്കാരം.